നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴയുടെ വ്യാപാരി വ്യവസായ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില മേഖലയിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അത് ദൗർഭാഗ്യപരമാണ്. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനിൽ 1400 അംഗങ്ങളുണ്ട്. അവർ ആർക്ക് വേണമെങ്കിലും ഭരണഘടനാപരമായി മത്സരിക്കുവാനും വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാനും അവസരമുണ്ട്. അതിൽ ഔദ്യോഗിക വിഭാഗം അനൗദ്യോഗികം എന്നുള്ള ഒരു കാഴ്ചപ്പാടോ നിലപാടോ സംഘടനയിൽ ബൈലോയിലോ ഇല്ല. അത് ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്നതാണ്. 2019-22 കാലഘട്ടത്തിൽ ഞാൻ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് കോവിഡ് പോലുള്ള മഹാമാരി നമ്മുടെ നാട്ടിൽ പടർന്നു വന്നിരിക്കുകയും ധാരാളം വ്യാപാരികളുടെ കച്ചവടങ്ങൾ ഇല്ലാതാവുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇവരെല്ലാം സംരക്ഷിക്കുവാനും അവരെ സംഘടനയോട് ചേർത്ത് പിടിക്കുന്നതിനും എനിക്ക് സാധിച്ചു. ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിൽ വീഴ്ച വന്നാൽ സർവ്വവിനാശം നമ്മൾ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചറിയാതെ തൊടുപുഴയുടെ വ്യാപാര വ്യവസായ രംഗങ്ങളിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ 28/5/2024 ചൊവ്വാഴ്ച ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള വിധികർത്താക്കളാണ് വ്യാപാരി വ്യവസായികൾ. കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് കാലത്ത് വരെ വ്യാപാരി വ്യവസായികൾ അനുഭവിച്ചറിഞ്ഞ നിരവധി പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് കൃത്യനിഷ്ഠയും സത്യസന്ധവുമായ രീതികളിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് കഴിഞ്ഞ കാലയളവിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തിത്വം TC രാജു. പുഞ്ചിരി കൊണ്ട് ശത്രുമനുഭവത്തെ വരെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിത്വം. ചുരുക്കം പറഞ്ഞാൽ ശുദ്ധമായ വെളിച്ചെണ്ണ പോലെ ഗുണവും മണവുമുള്ള തരണി രാജു തൊടുപുഴക്കാർക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. വരാനിരിക്കുന്ന കാലം ഓരോ വ്യാപാരി വ്യവസായികളും ചിന്തിക്കുക, നമ്മുടെ 2 വർഷത്തെ യാത്ര ആർക്കൊപ്പമെന്ന്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.